കുറച്ചു ദിവസമായി സ്ത്രീധന പീഡന വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. രാജസ്ഥാനിലെ അധ്യാപികയുടെയും കുഞ്ഞിന്റെയും ആത്മഹത്യ ഇപ്പോൾ വിവാദമായി മാറുകയാണ്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് മകളെ കൊന്ന അധ്യാപിക തീ കൊളുത്തി ജീവനൊടുക്കുകയായിരുന്നു. ജോധ്പൂർ ജില്ലയിലെ ഡാംഗിയാവാസ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സർനാഡ ഗ്രാമത്തിലാണ് സംഭവം. 3 വയസ്സുകാരിയായ മകൾ യശസ്വിയെ തീ കൊളുത്തിയ ശേഷം സഞ്ജു ബിഷ്ണോയി ജീവനൊടുക്കുകയായിരുന്നു. യശസ്വി സംഭവ സ്ഥലത്ത് വച്ചു തന്നെ മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ സഞ്ജു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ശനിയാഴ്ച മരിച്ചു. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും ഭർത്തൃവീട്ടുകാരും തന്നെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന സഞ്ജു എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയ സഞ്ജു പെട്രോൾ ഒഴിച്ച് ആദ്യം മകളെ തീ കൊളുത്തി. തുടർന്ന് സ്വന്തം ശരീരത്തിലും തീ പടർത്തി. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട അയൽക്കാർ പോലീസിനെയും കുടുംബത്തെയും വിവരമറിയിച്ചു. എന്നാൽ അപ്പോഴേക്കും മകൾ മരിച്ചിരുന്നു. പോലീസ് എത്തിയാണ് സഞ്ജുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. സഞ്ജു ശനിയാഴ്ച മരണത്തിന് കീഴടങ്ങി. മൃതദേഹത്തെ ചൊല്ലി സഞ്ജുവിന്റെ മാതാപിതാക്കളും ഭർത്തൃവീട്ടുകാരും തമ്മിൽ തർക്കം ഉടലെടുത്തു. ഒടുവിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മാതാപിതാക്കൾക്ക് കൈമാറി. അമ്മയെയും മകളെയും ഒരുമിച്ചാണ് സംസ്കരിച്ചത്. ജോധ്പൂർ ജില്ലയിലെ ഫിറ്റ്കാസി ഗ്രാമത്തിൽ നിന്നുള്ള സഞ്ജുവിന്റെ മാതാപിതാക്കളും അതുപോലെ മരുമകൻ ദിലീപ് ബിഷ്ണോയും അമ്മയും അച്ഛനും ചേർന്ന് മകളെ ഉപദ്രവിക്കുകയും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചു. ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കുമെതിരെ പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട്. ഭർത്താവ്, ഭർത്തൃപിതാവ്, അമ്മായിയമ്മ, ഭർത്തൃ സഹോദരി എന്നിവർ ചേർന്ന് തന്നെ പീഡിപ്പിച്ചിരുന്നതായും ആത്മഹത്യാക്കുറിപ്പിൽ യുവതി ആരോപിച്ചിട്ടുണ്ട്. ഗണപത് സിംഗ് എന്നയാളുടെ പേരും എഫ്ഐആറിലുണ്ട്. ദിലീപ് ബിഷ്ണോയെയും ഗണപത് സിംഗും തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നതായും ഇവർ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും ആ വീട്ടിനുള്ളിൽ യുവതി അനുഭവിച്ചത് ക്രൂരമായ പീഡനങ്ങളായിരുന്നു. സ്ത്രീധനത്തെ ചൊല്ലിയും മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ സഞ്ജു വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് വീട്ടുകാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. അതേസമയം സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യും. ഭർത്തൃ സഹോദരി ഉൾപ്പെടെ തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് യുവതി ആത്മഹത്യാക്കുറിപ്പിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുവതി ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന ഗണപത് സിംഗിനെയും ചോദ്യം ചെയ്യും. ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിച്ചിരിക്കുന്നത്. ബന്ധുക്കളോടും വീട്ടുകാരോടുമെല്ലാം താൻ അനുഭവിക്കുന്ന പ്രശ്നത്തെപ്പറ്റി യുവതി സംസാരിച്ചിരുന്നു.